പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് എന്താ? ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇനി പുതിയ ബിഗ് ബോസ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് 8 വരാൻ പോകുകയാണ്. അതിൽ ഒരാളാകാൻ നിങ്ങൾക്കും അവസരമുണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് ഇപ്രാവശ്യം ഒരുപാട് അവസരങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് 5 പേരോളം അതിനകത്ത് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, സാധാരണക്കാരായിട്ടുള്ളവർ. അതിൽ ഒരാളാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ബിഗ് ബോസ് എനിക്കൊന്ന് 5-ലാണെന്ന് തോന്നുന്നു ആദ്യമേ സാധാരണക്കാരായിട്ട് ഗോപിക വരുന്നത്. ഗോപിക വന്ന് സാധാരണക്കാരിയായിട്ട് വന്നു. പക്ഷേ ഗോപിക്ക് വലുതായിട്ട് തിളങ്ങാൻ പറ്റിയില്ല. ആദ്യമായിട്ടാണ് അതിലേക്ക് ഒരു സാധാരണക്കാരി വരുന്നത്. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു അങ്കലാപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഗോപിക്ക്. കാര്യം ഗോപിക്ക് പൊതുവെ ഒരു തോന്നലുണ്ടായിരുന്നു, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, ഞാൻ സാധാരണക്കാരി ആയതുകൊണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് സീസൺ 6 ആയപ്പോഴത്തേക്ക് അതിനകത്ത് റസ്മിനും നിഷാനയും തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ സാധാരണക്കാരാണെന്ന് പറഞ്ഞാൽ അവർ മാറി നിന്നില്ല. അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ഫൈറ്റ് ചെയ്തു കേട്ടോ. റസ്മിനാണെങ്കിലും നല്ല രീതിക്ക് ഗെയിം എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയാലേ അതിനകത്ത് അറിയപ്പെടുകയുള്ളൂ. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന ഒരാൾ അതിനകത്ത് ആരും അറിയപ്പെടത്തില്ല. പുറലോകം അവരെ പറ്റി ഒന്നും അറിയത്തില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ അറിയപ്പെടുകയുള്ളൂ. ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു കാര്യം അതാണ്. പിന്നെ വന്നത് അനീഷാണ്. സീസൺ 7 അനീഷാണ് വന്നത്. അനീഷും നല്ല ഈ സീസൺ 6-നകത്ത് നന്ദനയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദന ഒരു പകുതി തൊട്ടാണ് എനിക്കൊന്ന് വന്നതെന്ന് തോന്നുന്നു. നന്ദനയും ഒരുവിധം നല്ലപോലെ ഫെയിം ആകുകയും ചെയ്തു. നന്ദനെ അറിയാൻ പറ്റാത്ത ആൾക്കാരില്ല, സാധാരണക്കാരിയായിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ നന്ദനയും എല്ലാവരും അറിയപ്പെടുകയും ചെയ്തു. പിന്നെ സീസൺ 7-ലാണ് വന്നത് അനീഷാണ് നല്ല അടിപൊളിയായിട്ട് നിന്ന് ഗെയിം കളിച്ച് ഫൈനൽ വരെ എത്തിയായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് അന്ന് വരെ നമുക്കറിയായിരുന്നു നാളെ ലാലേട്ടൻ കൈവക്കുന്നത് ഈ അനീഷിൻ്റെയാണ് എന്നറിയായിരുന്നു. പക്ഷേ ആ ഒരു തലേദിവസം വന്നവർ കാണിച്ചു കൂട്ടിയ കുറേ പ്രശ്നങ്ങളുടെ ഇതിലാണ് അനുവിനോട് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടിപ്പോയി. അങ്ങനെ അനുവിന് വോട്ട് കൂടുതൽ കിട്ടി. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പം അനീഷ് അതുവരെ എല്ലാവരും ഒരുപോലെ ജയിച്ചു കഴിഞ്ഞും ഓഡിയൻസ് ഭയങ്കര ഇതായിരുന്നു, അനീഷാണ് വിൻ ചെയ്തേക്കുന്നത്, അനു അല്ല വിൻ ചെയ്തേക്കുന്നത്. അവിടെയുള്ള മത്സരാർത്ഥികൾ പോലും അങ്ങനെ പറഞ്ഞിരുന്നു, അനീഷാണ് വിൻ ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള അവരുടെ മനസ്സിലെല്ലാം അങ്ങനെയാണ് അവർ കരുതി വെച്ച്, അങ്ങനെയാണ് അവർ ഉറപ്പിച്ചേക്കുന്നത് എന്നുള്ളതായിരുന്നു. അനുവിന് അത് കിട്ടിയത് ഒരൊറ്റ രാത്രി കൊണ്ടാണ്. കാര്യം അനുവിനെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അങ്ങ് ആക്രമിച്ചു. അതേസമയം ഇറങ്ങി പോയതിനെയൊക്കെ കൊണ്ടുവരാതിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷ് കപ്പ് കൊണ്ട് പോകുമായിരുന്നു. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു, ഒരു സംശയമില്ലായിരുന്നു. അതുപോലെ നല്ലപോലെ നിന്ന അനീഷ് തുടക്കം മുതൽ അവസാനം വരെ അനീഷ് നല്ല പവറായിട്ട് തന്നെ നിന്നായിരുന്നു. അതൊരു സാധാരണക്കാരനായിരുന്നു. അപ്പം നിങ്ങൾക്കും അതുപോലെ അനീഷിനെ പോലെ ഒരാളാകാനായിട്ട് ആഗ്രഹമില്ലേ? അനീഷ് സാധാരണക്കാരനായിട്ട് വന്നു. അനീഷിനെ ആരും അറിയുന്നൊരു വ്യക്തിയായിരുന്നില്ല, പക്ഷേ എല്ലാവരും അറിയുന്ന ഒരാളായി തീർന്നില്ലേ? പുറത്ത് വന്നപ്പോഴത്തേക്ക് എത്ര പേരായിരുന്നു, ആരാധകരെ കൊണ്ട് ചുറ്റും നിറഞ്ഞില്ലേ? അങ്ങനെ ഒരു നിമിഷം നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ ഒരു ദിവസം വന്ന് ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം, സാധാരണക്കാർക്കും പങ്കെടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഇതിന് ഒരു QR കോഡ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. ആ QR കോഡ് വഴി നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഇത് എനിക്കൊന്ന് ജൂൺ 30 വരെ എന്നായിരുന്നു ആദ്യം ഡേറ്റ് പറഞ്ഞത്. പിന്നെ വന്നിരിക്കുന്നത് ജൂൺ 15 കാണിച്ചേക്കുന്നു. അപ്പം ജൂൺ 15 വരെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് ഡേറ്റ് നീട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്നാണെങ്കിലും ഇപ്പം തന്നെ നിങ്ങളങ്ങ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് കഴിവുള്ള മനുഷ്യരുണ്ട്, ഒത്തിരി കഴിവുള്ള മനുഷ്യരുണ്ട്. ഇതിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ഒരവസരം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് ഇല്ലേ? അനീഷൊക്കെ ലീവ് എടുത്ത് ഇതിലേക്ക് വരാൻ വേണ്ടി ഇരുന്നൊരു വ്യക്തിയാണ്. കഴിഞ്ഞ സീസൺ തൊട്ടേ അനീഷ് വരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഈ സീസണിൽ അത് കഴിഞ്ഞ വർഷം ഇത് മൊത്തം അതിലെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ചെന്നുകൊണ്ടാണ് അനീഷ് നല്ല രീതിക്ക് ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അനീഷ് ഗെയിമൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും, പക്ഷെ അതൊക്കെ വെറുതെയാണ്. നല്ലപോലെ ഗെയിമിനെ പറ്റി നല്ല ധാരണയോട് കൂടി തന്നെയാണ് അനീഷ് വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ അതിനകത്ത് ആരെ വെറുക്കുന്നോ അവരായിരിക്കും പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നത്, ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അനീഷ തുടക്കം മുതൽ അതിനകത്തുള്ളവർ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അനീഷ് ഒറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു, സ്വയം അങ്ങനെ ഒരു മൂഡ് എടുത്ത് അണിയുകയും ചെയ്തു. അപ്പം അനീഷിൻ്റെ എല്ലാ പ്രവൃത്തികളും അവർക്ക് ദേഷ്യമായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ അവിടുത്തെ ക്യാപ്റ്റനായി മാറിയത് അനീഷായിരുന്നു. അനീഷിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പം അനീഷാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. അപ്പം ആ ഒരു വ്യക്തി തന്നെ അതിൻ്റെ ക്യാപ്റ്റൻ ആകട്ടെ എന്ന് പറഞ്ഞു. അതും ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നത്. അതുപോലെ തന്നെ ആ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അവസാനം വരെ നിന്ന് പൊരുതിയത്. പിന്നെ രഞ്ജു സാറിനെ ആണെങ്കിലും ഒത്തിരി പേര് ഇഷ്ടമല്ല ഭയങ്കരമായിട്ട് ആക്രമിച്ചായിരുന്നു ആളെ. പക്ഷെ പുറത്ത് ഇന്ന സപ്പോർട്ടായിരുന്നു. അവിടെ ആക്രമിക്കും തോറും അവർക്ക് സപ്പോർട്ട് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഏകദേശം നിങ്ങൾ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനോടകം ഇഷ്ടംപോലെ ഈ ഒരു ഗെയിം നിങ്ങളിരുന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗെയിമിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് പോയി ഒന്ന് മത്സരിക്കുന്നേ, ഒരു സെലിബ്രിറ്റിയായിട്ട് തിരിച്ചു വരാവുന്നേ. അതിനകത്ത് പോയി മുഖം കാണിച്ചാൽ മതി, നിങ്ങളൊരു സെലിബ്രിറ്റി തന്നെയാണ്. അതിനകത്ത് പോയി നന്ദന അവരൊക്കെ അധികം നാൾ നിന്നൊന്നും ഇല്ലാത്ത, പക്ഷേ അവരൊക്കെ നല്ല പോലെ ഓഡിയൻസ് അറിയുന്ന, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അവർ പറയുന്നത് കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്നും കൂടെ അതിനോടുള്ള ഒരു സാധാരണക്കാരൻ ചെന്നാൽ ശരിയാകുമോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ആ ചിന്തയൊക്കെ മാറിക്കിട്ടും കേട്ടോ. മലയാളത്തിന്റെ ഏറ്റവും പ്രധാന ഹായ് ഗോപിക, സുഖല്ലേ? മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ കോമണർ അല്ലേ? സീസൺ 5 വന്നതാണ്. എന്താ പറയാ, ലൈഫില്
ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ഹലോ ഹായ് ഗോപി ചേച്ചി. തൃശ്ശൂകാരിയായിട്ട് അനീഷേട്ടനെ കാണാൻ ഞാൻ ഇപ്പോഴാട്ടോ. ആരും അറിയാതിരുന്ന എന്നെ മലയാളികളെ മുഴുവൻ അറിയുന്ന ബിഗ് ബോസ് നന്ദനയാക്കി മാറ്റിയത് സീസൺ 6 അല്ലേ? അഭിനയിക്കാൻ അവസരം കിട്ടി. ശരിക്കും എന്റെ ലൈഫ് വേറെ വൈബായി. ഓരോ സീസൺ കഴിയുന്തോറും കൂടുതൽ വൈബായെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് പറഞ്ഞത്, ഈ ഒരു ഇതിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുവാണ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു ചേഞ്ച് വരുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിലേക്ക് വരിക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണ്, എന്നെ പോലുള്ളവർക്ക് അവിടെ എത്താൻ പറ്റുകയില്ല എന്നൊരു ചിന്തയെ മനസ്സിൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളോടൊന്ന് കേട്ടാലോ. ശരിക്കും എന്റെ ലൈഫ് വേറെ വൈബായി. ഓരോ സീസൺ കഴിയുന്തോറും കൂടുതൽ സാധാരണക്കാരെ ഉൾപ്പെടുത്താൻ ബിഗ് ബോസ് മലയാളം ശ്രദ്ധിക്കാറുണ്ട്. ഹലോ, ഞാനിവിടെ ഉണ്ട്. കൊച്ചിക്കാരി ഇവിടെ ഉണ്ടായിരുന്നോ? അറിയാലോ, ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണേഴ്സ് 3 ആയിരുന്നു. അതിൽ ഞാനും നിഷാനെ നന്ദനയ്ക്ക് മുന്നേ അംഗം തുടങ്ങിയായിരുന്നു. റസ്മിൻ ഭായ് എന്ന സാധാരണക്കാരിയായിരുന്ന അധ്യാപികയെ അതോടെ ലോകം അറിഞ്ഞു. പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. കേട്ടോ, സാധാരണക്കാരായിട്ട് വന്നതാണ്, ആരും അറിയുന്നൊരു വ്യക്തിയായിരുന്നില്ല. പക്ഷെങ്കിൽ ബിഗ് ബോസിൽ വന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായില്ലേ. അവർക്കൊക്കെ അവരുടെയൊക്കെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടോ. ശരിയാണ്, അതിനകത്ത് കുറച്ചൊക്കെ ഇതുണ്ട്, നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ കുറച്ചൊന്ന് നോക്കി കണ്ടും കളിച്ചാൽ മതി, അത് യാതൊരു പ്രശ്നവും ഇല്ല. അതോടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയി. റസ്മിൻ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. അനീഷ് ടി എ എന്ന ഈ കോടനൂക്കാരനെ കോടിക്കണക്കിന് മലയാളികളുടെ ഇടയിൽ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് എന്താ? ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇനി പുതിയ ബിഗ് ബോസ് സീസണിൽ നിരവധി സാധാരണക്കാർക്ക് പ്രവേശനമൊരുക്കാനായി വരുന്നു ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ഈ അഗ്നിപരീക്ഷ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും, തീർച്ച. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിലൂടെ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ നിലപാടുകളും വ്യക്തിത്വവും വ്യക്തമാക്കുന്ന, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന 3 മിനിറ്റിൽ താഴെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തയ്യാറാക്കി താഴെ കാണുന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ബിഗ് ബോസ് അഗ്നി പരീക്ഷ വിജയിക്കൂ. ബിഗ് ബോസ് മലയാളം സീസൺ 8 അവസരം നേടും. കേട്ടല്ലോ, ആ ഒരു എംബിളൊക്കെ കണ്ടോ? ആ ഒരു ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടെങ്കിലും പോകാൻ തോന്നില്ലേ? ഒന്ന് അപേക്ഷിക്കുന്നേ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടേന്നേ. നമ്മളെല്ലാം ശരിയാകും എന്നും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇരിക്കില്ല. ചിലതൊക്കെ നമ്മൾ വെറുതെ അങ്ങ് ചുമ്മാ ഒന്ന് ശ്രമിച്ച് നോക്കുക. കിട്ടിയാൽ കിട്ടി, ഇല്ലേ പോട്ടെ, അത്രയേ ഉള്ളൂ. നമുക്കൊരു നഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഇത് ജൂൺ 15 വരെ എന്നാണ് ഞാൻ ഒരു ഇതിനകത്ത് കണ്ടത് കേട്ടോ. ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടതിനകത്ത് കണ്ടതാണ് ജൂൺ 15 വരെ. നേരത്തെ ജൂൺ 30 വരെ എന്നായിരുന്നു കൊടുത്തത്, ഇപ്പോൾ ജൂൺ 15 വരെ എന്നാക്കി ഇരിക്കുന്നത്. ഒരുപാട് പേര് ഒക്കെ അതിലേക്ക് വീഡിയോസ് അയക്കുന്നതുകൊണ്ടായിരിക്കാം, അതുകൊണ്ട് 15 വരെ ആക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയ്ക്ക് നിൽക്കുന്ന ദൈർഘ്യമുള്ള ഒരു വീഡിയോ, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങളെ ഒരു അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ. അതൊരു 3 മിനിറ്റിനുള്ളിൽ നിന്നിരിക്കണം. അത് 3 മിനിറ്റ് കൂടാൻ പാടില്ല, 3 മിനിറ്റിനുള്ളിലായിരിക്കണം നിൽക്കേണ്ടത്. അത്ര ഒരു ചെറിയ വീഡിയോ. അതൊരു നിങ്ങളൊന്ന് അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുക. പിന്നെ ഇതിനകത്ത് ലിങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനകത്തൊരു QR കോഡ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണെങ്കിലും അത് അപ്ലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേര്, സ്ഥലം, മൊബൈൽ നമ്പർ, ഇമെയിൽ തുടങ്ങിയ കുറച്ച് വ്യക്തിഗത വിവരങ്ങളും നൽകേണ്ടതുണ്ട്. ജൂൺ 15 അഗ്നിപരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി കേട്ടോ. ജൂൺ 15 വരെ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഈ ഒരു QR കോഡിൻ്റെ ഇത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണക്കാരൊക്കെ വരട്ടെ. ഇപ്രാവശ്യം ഒരുപാട് പേർക്ക് അവസരം ഉണ്ടെന്നാണ് പറയുന്നത്, ഒരുപാട് പേർക്ക്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം കൂടിയാണ് കിട്ടുന്നത്, അതും കൂടെ നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിന്നൊരു വരുമാനം കൂടി വിൻ ചെയ്താൽ കിട്ടുന്നത് എത്രയാണെന്നുള്ളത് അതും ചിന്തിക്കുക. എല്ലാം കൂടെ ചിന്തിച്ച് നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഒരു സാധാരണക്കാരൻ വിൻ ചെയ്ത് വരാനായിട്ട് ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്തുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡിലൂടെയോ അല്ലെങ്കിൽ ഇതിനകത്തൊരു ഇമെയിൽ ഐ ഡി ഉണ്ട്, ആ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങളൊന്ന് അപേക്ഷിക്കുക. നിങ്ങളും നാളെ ഒരു താരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് വന്നതാണ്. ആദ്യം നിങ്ങൾ അപേക്ഷിക്കുക, പിന്നെയല്ലേ മത്സരത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാണേലും സാധാരണക്കാർക്ക് ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് അതിനകത്ത് തോന്നിക്കുന്നതിലേക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിക്കൊന്ന് ഇവരൊക്കെ തന്നെയാണെന്ന് തോന്നും അവരെ ഇൻ്റർവ്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അനീഷ്, നന്ദന അവരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. സാധാരണക്കാരോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാതിരിക്കുകയല്ലോ. അങ്ങനെ അവരും കൂടെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ ഒരാളെ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എന്നെയാണ് നിങ്ങളൊന്ന് അയച്ചു നോക്കുക. കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇനി ഇതിൻ്റെ ഒരു അയക്കാനുള്ള ലിങ്കോ അതൊന്നും കിട്ടാതാണ് നിങ്ങളിതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുന്നെങ്കിൽ അങ്ങനെ വേണ്ട. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.